കളി 2020 ചാൻസ് 50-50. പഞ്ചാബിനും ബാംഗ്ലൂരിനും ഉന്നം കന്നി കിരീടമാണ്. IPL 18-ാം പതിപ്പിൽ 18-ാം നമ്പറുകാരൻ കപ്പുയർത്തുമോ? 3 വ്യത്യസ്ത ടീമുകളെ ഫൈനലിലെത്തിച്ച ശ്രേയസിന് തുടരെ 2ാം കിരീടം സാധ്യമാകുമോ? രാജാവോ രാജകുമാരനോ? സ്വാഗതം സ്പോർട്സ് ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി KCA പ്രസിഡന്റ് ജയേഷ് ജോർജിനെ പ്രതീക്ഷിക്കുന്നു. BCCI മാച്ച് റഫറി P. രംഗനാഥൻ, ക്രിക്കറ്റ് പരിശീലകൻ P. ബാലചന്ദ്രൻ, ഇന്ത്യൻ താരം ആശാ ശോഭന എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം P. രംഗനാഥനിലേക്ക്. ശ്രീ P. രംഗനാഥൻ, എവിടെ തുടങ്ങണം? ശ്രേയസിൽ നിന്നോ കോഹ്ലിയിൽ നിന്നോ? അത് കൃഷ്ണരാജ്, ഇന്നത്തെ ആ ക്യാപ്ഷൻ തന്നെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. രാജാവാണോ രാജകുമാരനാണോ എന്നുള്ളത്. T20 ക്രിക്കറ്റാണ്, പ്രത്യേകിച്ച് ഫൈനൽ. അപ്പോൾ അതുകൊണ്ട് അത്യന്തം ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അതൊരു ന്യൂട്രൽ വെന്യൂവും കൂടെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടോസ് വളരെ നിർണായകമാണ്. അപ്പോൾ ഏത് ടീമാണോ നല്ലൊരു സ്കോർ പടുത്തുയർത്തുന്നത് ആ ടീമിന് നമുക്ക് സാധ്യത കൽപ്പിക്കാം. എങ്കിൽ തന്നെയും T20 ആയതുകൊണ്ട് ഒരിക്കലും ഒരു പ്രവചനം നമുക്ക് സാധ്യമല്ല. പക്ഷേ ടീമുകളുടെ ഒരു സാധ്യത അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു തുല്യ ശക്തികൾ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് രാജാവാണെങ്കിൽ മറുവശത്ത് രാജകുമാരൻ്റെ ആ ബാറ്റിംഗ് മികവ്, അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ തുടർച്ചയായിട്ട് IPL മത്സരങ്ങളിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് നല്ലൊരു ത്രില്ലർ ഫൈനൽ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ P. ബാലചന്ദ്രൻ, മത്സരം ആവേശകരമാകും എന്നുറപ്പാണ്. എങ്കിലും ആദ്യ ക്വാളിഫയറിലെ അനായാസ വിജയം ബാംഗ്ലൂരിന് ഒരല്പം മേൽക്കൈ നൽകുന്നുണ്ടോ? ഇല്ല, ഇത് അതിൻ്റെ സാഹചര്യം ആകെ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഈ മാച്ച് പഞ്ചാബ് വളരെയധികം പംപ്ഡപ്പ് ആയിട്ടുള്ളൊരു ടീമാണ്. കഴിഞ്ഞ മുംബൈ ആയിട്ടുള്ള വിജയം കൂടെ കഴിഞ്ഞതോടെ അത് അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു വിജയത്തോടു കൂടിയാണ് പഞ്ചാബ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻ മത്സരങ്ങളുടെ ചരിത്രമൊന്നും നമ്മളിവിടെ പരിശോധിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നരേന്ദ്രമോദി സ്റ്റേഡിയം ഈ വർഷത്തെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ റൺസ് വന്നിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആ രീതിക്ക് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഈ വർഷത്തെ IPL എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു നിലവാരം നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ക്യാച്ചിങ്ങിൻ്റെ നിലവാരമാണ്. കുറച്ചധികം ക്യാച്ചുകൾ പലതവണയായിട്ടും പല ടീമുകളും കളിച്ച ടീമുകളടക്കം വിടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ പെർട്ടിക്കുലർ മാച്ചിൽ ഒരു ലാപ്സും ഇല്ലാതെ ഫീൽഡ് ചെയ്യുന്ന ടീം ആയിരിക്കും കൂടുതൽ വിജയസാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ശ്രീ രംഗനാഥൻ പറഞ്ഞ പോലെ നമുക്ക് തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ബാംഗ്ലൂരിൻ്റെ ഭാഗത്ത് പക്വത കൂടുതലുള്ള കളിക്കാർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വിരാട് കോഹ്ലി ആണെങ്കിലും മയങ്ക് അഗർവാൾ ആണെങ്കിലും അവരൊക്കെ ഒരു വളരെ പയറ്റി തെളിഞ്ഞ ആളുകളാണ്. അതേസമയം പഞ്ചാബിൻ്റെ ശ്രേയസ് അയ്യർ ഓഫ്കോഴ്സ് സീസൺ ക്രിക്കറ്ററാണെങ്കിൽ പോലും അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പും ഒക്കെ നോക്കിയാൽ അവരുടെ ഒരു യൗവനത്തിൻ്റെ സാഹസികത നമ്മൾ അതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു മത്സരം നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ശരി, നമുക്കിതൊരു പ്രധാന വിഷയമായി എടുക്കേണ്ടതുണ്ട്. ഈ 2 ടീമുകൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ, അതായത് കോഹ്ലി അടക്കമുള്ളവരുടെ പരിചയസമ്പന്നതയും മറുവശത്ത് ഈ യുവാക്കളുടെ സാഹസികതയും, അത് നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുൻപ് ആശാ ശോഭനയിലേക്കൊന്ന് പോകണമല്ലോ. ആശ ഏത് പക്ഷത്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏത് കുപ്പായമാണ് വിമൻസ് പ്രീമിയർ ലീഗിൽ ധരിച്ചതെന്ന് നമുക്കറിയാം. എങ്കിലും എന്തുകൊണ്ട് RCB കപ്പുയർത്തുമെന്ന് ആശ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ വെൻ ഇറ്റ് കംസ് ടു സെമി ഫൈനൽ, ക്വാളിഫയേഴ്സ്, എലിമിനേറ്റേഴ്സ്, ഫൈനൽസ്, അവിടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എക്സ്പീരിയൻസ്. അപ്പോൾ RCB വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് അവരെ ഈ ഫൈനലിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അവരുടെ സീനിയർ പ്ലേയേഴ്സ് വിരാട് കോഹ്ലി, സ്പെഷ്യലി ഐ ഹാവ് ടു മെൻഷൻ ജോഷ് ഹാസൽവുഡ്. അദ്ദേഹം ഇന്നത്തെ മാച്ചിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ്, അറ്റ് ദ സെയിം ടൈം പഞ്ചാബ് നോക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വെരി യങ് സൈഡാണ്. അവര് ഇപ്പൊ കഴിഞ്ഞ എല്ലാ മാച്ചും വളരെ രീതിയിൽ വിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ഫൈറ്റ് തന്നെ ഉണ്ടാവും. പക്ഷെ അവസാനം RCB തന്നെ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വരാം. ശ്രീ P. രംഗനാഥൻ, ഈ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് വരാമെന്ന് തോന്നുന്നു. അതായത് യുവത്വവും പരിചയസമ്പത്തും തമ്മിലുള്ള പോരാട്ടം. നോക്കൂ, ഈ പഞ്ചാബ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നാൽ പ്രഭ്സിമ്രാൻ സിംഗ് ആകട്ടെ, പ്രിയാം ഷാരി ആകട്ടെ, ശ്രേയസ് അയ്യർ ആകട്ടെ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, അങ്ങനെ
ഇന്ത്യൻ യുവനിരയാണ് അവിടെ അണിനിരക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് എന്ന താരത്തിൻ്റെ വരവ് അല്ലെങ്കിൽ സ്റ്റോയിനിസ് ഇവരെയൊക്കെ നമുക്ക് പരിഗണിക്കാം. എങ്കിൽ പോലും തിളങ്ങുന്ന താരങ്ങൾ ഈ പ്രിയാംശ് ആര്യയുടെയും ഈ നേഹൽ വധേരയുടെയും ഒക്കെ ഷോട്ട് സെലക്ഷൻ അത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടാണ്. എന്തൊരു ഭംഗിയാണ് അവർ കളിക്കുന്നത് കാണാൻ. അപ്പോൾ സ്വാഭാവികമായി ഈ ആദ്യ പ്ലേ ഓഫിൽ പഞ്ചാബിന് വിനയായത് ഈ യുവത്വത്തിൻ്റെ സാഹസികതയാണോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? അല്ല, അത് വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് ഒരു ഫൈനലിൻ്റെ ഒരു സമ്മർദ്ദവും ഇരു ടീമുകൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ യുവതാരങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം. അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ആര്യയെപ്പോലുള്ളൊരു ബാറ്റർ, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ബോളിംഗ് RCBയുടെ വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും അടങ്ങുന്ന ആ പേസ് നിര. അപ്പോൾ ആ പവർ പ്ലേ എങ്ങനെയാണ് ഈ യുവതാരങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് പഞ്ചാബ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നേരിടുക? ആ പവർ പ്ലേ വളരെ നിർണായകമാണ്. ആദ്യത്തെ 6 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നല്ലൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ പിന്നീട് പറഞ്ഞ പേരുകളെല്ലാം തന്നെ സ്റ്റോണിസ് ആയാലും ശ്രേയസ് അയ്യർ ആയാലും ഒരു മികച്ച ഒരു ബാറ്റിംഗ് നിര പഞ്ചാബിനുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ബോളിംഗ് മികച്ചതാണ് RCBയുടേത്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളേഴ്സ്. മറുവശം ഒരിക്കലും ഒരു കുറവല്ല, 3 ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സാണ്. ജെനിസൺ ആയാലും, കൂടാതെ അക്ഷർദീപ് എന്നുള്ള അതേ യുവ ഫാസ്റ്റ് ബോളർ, കൂടാതെ ബ്രാർ എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. അപ്പോൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു തുല്യ ശക്തികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും യുവതാരങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 1,00,000-ലധികം കാണികളെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഫൈനലിൻ്റെ പ്രതീതി, അതിന് മുന്നിൽ ഒരു പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അവരത് മികച്ച രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇന്ന് കാണികൾക്കും ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന IPL കിരീടം ആര് നേടും എന്നുള്ള ആ ഒരു ആകാംക്ഷയെ നമുക്ക് മാറ്റാൻ സാധിക്കും. യെസ്, ശ്രീ പി ബാലേന്ദ്രൻ, മുൻനിര ബാറ്റർമാരാണോ പഞ്ചാബിൻ്റെ കരുത്ത്? തീർച്ചയായിട്ടും ഈ റണ്ണ് ആക്സിലറേഷൻ്റെ ഭാഗം മിക്കവാറും ആദ്യ ലീഗ് മത്സരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഓപ്പണേഴ്സ് കൊടുത്തിട്ടുള്ള സ്റ്റാർട്ട് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇഗ്നീസിൻ്റെ ഒരു പെർഫോമൻസ്, അദ്ദേഹം ഈ മറ്റേ ടീമിലുള്ള പ്രധാന ബൗളർമാരെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ടതായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ബുംറയെ ഇത്ര അനായാസമായിട്ട് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ബാറ്റർമാരുണ്ടായിരുന്നത് സംശയമാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങിൽ കാണിക്കുന്ന ഒരു പക്വത, അതോടൊപ്പം പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതോടൊപ്പം അദ്ദേഹം അഗ്രഷൻ കോംപ്രമൈസ് ചെയ്യാതെയാണ് കളിക്കുന്നത്. കൃത്യമായിട്ട് ഏത് ഓവറിലാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതൊരു ബുദ്ധിയാണ്. വാസ്തവം പറഞ്ഞാൽ T20 ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഏതേത് ഓവറുകളിലാണ് നമ്മൾ കളിയുടെ അഡ്വാൻറ്റേജ് തിരിച്ചെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു മികവ്, അതൊക്കെ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങിൽ നമ്മൾ വളരെയധികം കണ്ടു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ആ ഒരു 4 ബാറ്റർമാരാണ് അവരുടെ പ്രധാന ശക്തി. പിന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് പിറകിലുള്ളവരാണെങ്കിലും ഈ സ്റ്റോയിനിസിനെ പോലെയുള്ള പ്ലെയേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഭംഗിയായിട്ട് നൽകാൻ പറ്റുന്നവരാണ്. അങ്ങനെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബിന് വാസ്തവം പറഞ്ഞാൽ ഒരു കൂടുതൽ എനർജി ലെവലുള്ള ബാറ്റിംഗ് ലൈനപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവരുടെ ബൗളിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പം കൂടി പക്വതയും പാകതയുള്ളൊരു ബൗളിംഗ് സൈഡാണ് ഈ RCBയുടേത്. ഇയാളുടെ ഹാസൽവുഡ് തന്നെയാണ് പ്രധാനി. അതുപോലെ ഭുവനേശ്വർ കുമാർ ആണെങ്കിലും അതേപോലെ ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ ഒരു പ്രധാനപ്പെട്ട ബൗളർ, നമുക്ക് മുൻനിര ബൗളർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ദൗത്യം അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെയും ബൗളിംഗ് നിര സംവാട്ട് സേഫാണ്. പക്ഷെ അതോടൊപ്പം നോക്കുമ്പോൾ ഇവരുടെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച യൂത്ത് എനർജി എന്നുള്ളൊരു ഫാക്ടർ പഞ്ചാബിന് അനുകൂലമായിട്ട് പ്ലേ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ആശാശോഭന, പക്ഷേ ബാംഗ്ലൂരിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ ഈ ഓപ്പണേഴ്സ്, ഇപ്പോൾ പ്രഭ് സിമ്രാൻ ആകട്ടെ, ആര്യ ആകട്ടെ, അല്ലെങ്കിൽ ശ്രേയസ് അയ്യർ ആകട്ടെ, വളരെ മനോഹരമായി ബാറ്റ് ചെയ്യുന്നതാണ് പഞ്ചാബിന് എപ്പോഴും വിജയങ്ങൾ സമ്മാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ മറുവശത്ത് 2 വിക്കറ്റ് ടേക്കിംഗ് ബൗളേഴ്സ്, ഭുവനേശ്വറും അതിനേക്കാൾ അപകടകാരിയായ ഫോമിലുള്ള 11 മാച്ചിൽ 21 വിക്കറ്റുള്ള ഹേസൽവുഡും. ഒരുപക്ഷെ ഈ ഓപ്പണേഴ്സിനെ പെട്ടെന്ന് പുറത്താക്കാനായാൽ ശ്രേയസിന് സമ്മർദ്ദം കൂടും, അക്കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബിൻ്റെ മധ്യനിര കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാകുമോ ഇന്ന്? ഉറപ്പായിട്ടും. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള മാച്ച് നമ്മൾ കണ്ടായിരുന്ന RCB വേഴ്സസ് പഞ്ചാബിന്റെ, അതിലും ഇനിഷ്യലി വിക്കറ്റ്സ് പെട്ടെന്ന് പോയപ്പോൾ പിന്നെ ശ്രേയാസ് അയ്യറിലോട്ട് പ്രഷർ കുറച്ചുകൂടെ കൂടാൻ തുടങ്ങി.
പിന്നെ ശ്രേയാസ് അയ്യറിന്റെ വിക്കറ്റും പെട്ടെന്ന് പോകാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 6 ഓവേഴ്സ് നമ്മുടെ ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡിന്റെ ഓവേഴ്സ് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു 6-7 ഓവേഴ്സിൽ മാക്സിമം നമുക്കൊരു 2-3 വിക്കറ്റ്സ് എടുക്കാൻ പറ്റിയാൽ ആര്യയൊക്കെ ഭയങ്കര നല്ല ഫോമിലാണുള്ളത്. അപ്പൊ അവരുടെയൊക്കെ 1-2 വിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ തന്നെ എനിക്ക് തോന്നുന്നു അത് വളരെയധികം ഒരു മിഡിൽ ഓർഡറിലോട്ട് ഒരുപാട് പ്രഷർ ചെലുത്താൻ നമുക്ക് കഴിയും. യെസ്, ശ്രീ പി രംഗനാഥൻ, ഈ ശ്രേയസ് അയ്യരെ കുറിച്ച് നമുക്ക് പറയാതെ പറ്റില്ലല്ലോ. കാരണം അയാൾ എത്ര നാളായി ഇതേ ഫോം തുടരുന്നു. ലാസ്റ്റ് 20 ഇന്നിങ്സ് ഞാനിന്ന് പരിശോധിച്ചു. എന്ത് മികവാണ്, എന്ത് കൺസിസ്റ്റൻ്റ് ആണ്. 10-ൽ താഴെ 2-3 ഇന്നിങ്സുകൾ മാത്രമാണുള്ളത്. അത്രമേൽ മനോഹരമായി ടീമിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കെൽപ്പ് ബാറ്റർ എന്ന നിലയിൽ, ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് തെളിയിച്ചതാണല്ലോ. ശ്രേയസ് അയ്യർ വരാനിരിക്കുന്നത് ശ്രേയസിൻ്റെ യുഗമോ എന്നൊരു ചോദ്യം അധികമാകൂ. അല്ല, ശ്രേയസ് അയ്യർ ഇപ്പോൾ കഴിഞ്ഞ IPL നമ്മൾ കണ്ടതാണ്, KKRനെ നയിച്ച് കപ്പ് നേടുന്നു. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് T20 ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് പല മത്സരങ്ങളിലും കാണാൻ സാധിച്ചു. സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒഴുകുന്ന റൺസും, ഇവിടെയാണ് ഒരു ക്യാപ്റ്റൻ്റെ ഒരു മികവ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മുംബൈക്കെതിരെയുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് മികവ്. ആ സിംഗിൾ ഹാൻഡഡായിട്ട് അദ്ദേഹം സ്കോർ ചെയ്ത് ആ മുംബൈക്കെതിരെ ഒരു തകർപ്പൻ വിജയം. അതും ഈ ഒരു പ്രതീക്ഷയില്ല. ഇപ്പം നമ്മളിപ്പോൾ പഞ്ചാബ് ടീമിനെ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ബിഗ് നെയിംസ് ഒന്നും അതിലില്ല. അത് ആലോചിക്കണം. RCB അങ്ങനെയല്ല. ഇപ്പോൾ പറഞ്ഞ ഭുവനേശ്വർ കുമാർ ആയാലും, ഹേസൽവുഡ് ആയാലും, വിരാട് കോഹ്ലി ആയാലും, ഇല്ലേ സോൾട്ട് ആയാലും, സോൾട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ഓപ്പണിംഗ് ബാറ്ററാണ്. പക്ഷേ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രീത് സിമ്രാൻ, പഞ്ചാബിൻ്റെ ഒരു ഓപ്പണർ, അതിൽ കഴിഞ്ഞ അദ്ദേഹത്തിന് വേറെ ഒന്നും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ. അപ്പോൾ ഈ ആര്യ, ഈ സീസണിലാണ് നമ്മൾ ആര്യ എന്നൊരു പ്ലെയറിനെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിഗ് നെയിംസും ഒന്നും ഇല്ലാത്തൊരു ടീമിനെ ഫൈനൽ വരെ എത്തിച്ചതിൻ്റെ മുഖ്യ പങ്ക് ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരാണ്. അദ്ദേഹം നയിച്ച രീതി വളരെ മികച്ച രീതിയിൽ 3 ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സിനെ പ്രയോഗിച്ച രീതി, പ്രത്യേകിച്ച് അർഷദീപ് സിംഗിനെയൊക്കെ കൊണ്ട് പന്തെറിയിക്കുന്ന ആ ഒരു ശൈലി, ഇതെല്ലാം നോക്കുമ്പോൾ ആ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലും ശ്രേയസ് അയ്യർ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ ബാറ്റിംഗ് എന്നുള്ള രീതിയിൽ വളരെ മികച്ച ഫോമിൽ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാബിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. യെസ്, ശ്രീ പി ബാലേന്ദ്രൻ, നോക്കൂ, 3 വ്യത്യസ്ത ടീമുകളെ, ഡൽഹി, കൊൽക്കത്ത, ഇപ്പോൾ പഞ്ചാബ്, ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ ഇത്തവണ കൂടി കപ്പ് ഉയർത്തിയാൽ തുടരെ 2ാം വട്ടം 2 വ്യത്യസ്ത ടീമുകളുടെ നായകനായി കിരീടമുയർത്തുന്ന ആൾ എന്ന ഖ്യാതി. ഒരാൾക്ക് വെറുതെ ഒരു ടീമിനെ നയിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഒരു ക്യാപ്റ്റനാകാനുള്ള ക്വാളിറ്റി ശ്രേയസിനുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു IPLകൾ. അല്ല, തീർച്ചയായിട്ടും ഈ ക്രിക്കറ്റിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ പല വലിയ കളിക്കാർക്കും വലിയ ബാറ്റർമാർക്കും ഈ ക്യാപ്റ്റൻസി എന്നുള്ളതൊരു ഭാരമായിട്ടാണ് തോന്നാറ്. നമ്മുടെ മഹാനായ സച്ചിൻ തെണ്ടുൽക്കർ അടക്കം ഉള്ള പലർക്കും ഈ ക്യാപ്റ്റൻസി വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിനായിട്ടാണ് അതിനെ കാണാറ്. അതേസമയം ക്യാപ്റ്റൻസി ആസ്വദിക്കുകയും ക്യാപ്റ്റൻ എന്നുള്ള പദവിയിലെത്തുമ്പോൾ സ്വന്തം മികവ് ഇരട്ടിയായി പുറത്തെടുക്കുകയും ചെയ്യുന്ന ചില കളിക്കാരുണ്ട്. അതിൽപ്പെട്ടതാണ് ശ്രേയസ് അയ്യർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അദ്ദേഹം ഒരു പ്ലെയറായിട്ട് കളിക്കുന്നതിനേക്കാൾ എൻജോയ് ചെയ്യുന്നത് ക്യാപ്റ്റനായിട്ട് കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഓരോ വർഷത്തെയും ആ ടീമുകളെ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു രീതിയും, ഇപ്പോൾ ശ്രീ രംഗനാഥൻ പറഞ്ഞ പോലെ അവരുടെ ഫാസ്റ്റ് ബോളർമാരെ അദ്ദേഹം റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലി, അവർക്ക് കൊടുത്തുള്ള ഫീൽഡ് പ്ലേസ്മെൻറ്റ്, അതിനേക്കാട്ടിലും എനിക്ക് ഈ ടൂർണമെൻറ്റിൽ വളരെ രസകരമായിട്ട് തോന്നിയത് ഈ ചഹാൽ എന്നുള്ള ബൗളറെ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടത്, ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ ഒരു കണക്കുകൂട്ടൽ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. പല മത്സരങ്ങളുടെയും ഗതി തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ 4 ഓവറിന് സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ കൊല്ലത്തെ മത്സരങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ശരി, ആശാശോഭന, ഈ ശ്രേയസിനെ നമ്മൾ പേടിക്കണം, തന്ത്രം കൊണ്ടും അയാളുടെ നിലവിലെ ബാറ്റിംഗ് ഫോം കൊണ്ടും. മറ്റൊരാൾ കൂടിയുണ്ടല്ലോ എടുത്തു പറയേണ്ടത്, റിക്കി പോണ്ടിങ്. ടീമിനെ എങ്ങനെ മെരുക്കിയെടുത്തുവെന്ന് നമ്മൾ കണ്ടതാണ്, എങ്ങനെ പരുവപ്പെടുത്തിയെടുത്തുവെന്ന് കണ്ടതാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനം. യുവതാരങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ലല്ലോ. അതിന് കോച്ച് എന്ന നിലയിൽ റിക്കി പോണ്ടിങ്ങിൻ്റെ പങ്ക് എത്രമാത്രം വലുതാണ്? വളരെ വലിയൊരു പങ്കാണ് റിക്കി പോണ്ടിങ് പഞ്ചാബ് ടീമിന് വേണ്ടി വഹിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ പഞ്ചാബിന്റെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ, എങ്ങനെയാണ് ശ്രേയാസ് അയ്യറും റിക്കി പോണ്ടിങ്ങും ടീം അവര് ഓപ്ഷനിൽ ടീം എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് അവർ എങ്ങനെയാണ് ടീമിനെ ജെല്ല് ചെയ്യുന്നത്, ഇതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ
വന്നായിരുന്നു. അതിൽ മെയിനായിട്ട് റിക്കി പോണ്ടിങ് പറഞ്ഞത് വി ഡിൻ വേസ്റ്റ് എനി ടൈം, വി ഡോണ്ട് ഹാവ് ടു വേസ്റ്റ് എനി ടൈം. അവർ എത്ര സമയം അവർ ഗ്രൗണ്ടിലുണ്ടോ പുറത്തുണ്ടോ എല്ലാം അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവര് ഇപ്പൊ നമ്മൾ മാച്ച് കാണുന്നത് ആ ഒരു 20 ഓവേഴ്സ് മാച്ചാണ്, പക്ഷെ റിക്കി പോണ്ടിങ് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, വി ഡിൻ വേസ്റ്റ് എനി മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കോച്ചാണ്, അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ള ക്യാപ്റ്റനാണ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. നമ്മൾക്കറിയാം ഫൈനലും സെമി ഫൈനലൊക്കെ വരുമ്പോൾ ഓസ്ട്രേലിയൻസിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന്. അപ്പൊ അത് റിയലി അവരെ ഹെൽപ്പ് ചെയ്യും. പി രംഗനാഥൻ, ഇപ്പോൾ ജാമിസൺ, ഒമർസായ്, ചഹൽ, ആർഷ്ദീപ്, വൈശാഖ്, ഇതാണ് ഒരുപക്ഷെ ഇന്നിറങ്ങാൻ പോകുന്ന 5 ബൗളർമാർ പഞ്ചാബ് നിരയിൽ. നോക്കൂ, ഈ ജാമിസൺ നന്നായി പന്തെറിയുന്നുണ്ട്. ചഹൽ നേരത്തെ ബാലേന്ദ്ര സാർ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ശ്രേയസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചഹലിനെ. ചഹൽ അത്ര ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും, എന്നിട്ടും ചഹലിനെ ഉപയോഗപ്പെടുത്താൻ ശ്രേയസിന് കഴിയുന്നുണ്ട്. ആർഷ്ദീപ് കരുതിയതുപോലെ പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ പഞ്ചാബിൻ്റെ ബൗളിംഗ് നിര ഒരു വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണോ? പ്രത്യേകിച്ച് ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വിരാട് കോഹ്ലിക്ക് എന്താണ് വിരാട് കോഹ്ലി എന്ന് വിരാട് കോഹ്ലിക്ക് നന്നായി അറിയാം, അത് എല്ലാ ആരാധകർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പഞ്ചാബിൻ്റെ ബൗളിംഗ് നിര വല്ലാതെ പരീക്ഷിക്കപ്പെടുമോ ഇന്ന്? അല്ല, അത് നേരത്തെ ബാലപ്പം പറഞ്ഞ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എങ്ങനെയാണ് ശ്രേയസ് അയ്യർ ഈ പറയുന്ന ബോളേഴ്സിനെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ വിനിയോഗിച്ചത്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് അവർ ഫൈനലിൽ വന്നത് തന്നെ ഈ ബൗളർമാരെ വെച്ച് തന്നെയാണ്. അതും കരുത്തരായിട്ടുള്ള മുംബൈ പോലെയുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്തിയാണ് അവർ വന്നിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ്, അത് മാത്രമല്ല ഫൈനൽ എന്നുള്ള സമ്മർദ്ദം അത് RCBക്കും ഉണ്ട്, പഞ്ചാബിനും ഉണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി അല്ലെങ്കിൽ സോൾട്ട് രണ്ടുപേരും സമ്മർദ്ദ സമയത്തൊക്കെ വിരാട് കോഹ്ലി ഡബിൾ സ്ട്രോങ് ആവും. വളരെ ശരിയാണ്. കാരണം അദ്ദേഹം ഇന്ന് ഒരു പറയുന്നുണ്ടായത് 18 വർഷത്തിൽ IPL കിരീടം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ്. പിന്നെ ഈ പറയുന്ന ജാൻസൺ ആയാലും അല്ലെങ്കിൽ അക്ഷർദീപ് ആയാലും ഇവരെയൊക്കെ നേരിടുമ്പോൾ എന്തായാലും ഫൈനൽ എന്നുള്ള സമ്മർദ്ദം എത്ര ലോകത്തെ മികച്ച താരമാണെങ്കിലും ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെയാണ് ശ്രേയസ് അയ്യർ എന്നുള്ളൊരു ക്യാപ്റ്റൻ, അദ്ദേഹം ഈ ബൗളർമാരെ എങ്ങനെ വിനിയോഗിക്കുന്നു. കാരണം വിരാട് കോഹ്ലിയുടെ തന്ത്രങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ശ്രേയസ് അയ്യർ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഒരു തുല്യ ശക്തികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ടീമിനെ നയിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താൻ വിനിയോഗിക്കുക. അവിടെ വിരാട് കോഹ്ലി മാത്രമല്ല ഉള്ളത്. RCBയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. റജീത് പത്തീദാർ എന്നുള്ള ബാറ്ററായാലും അല്ലെങ്കിൽ സോൾട്ട് എന്നുള്ള ഓപ്പണറായാലും ഇവരുടെയൊക്കെ കൂട്ടുകെട്ട് തുടക്കത്തിലെ തന്നെ, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞു, പവർ പ്ലേ വളരെ വളരെ ക്രൂഷ്യലാണ്. ഈ ആദ്യത്തെ 6 ഓവറിൽ 1-2 വിക്കറ്റ് പഞ്ചാബിനായാലും അല്ലെങ്കിൽ RCBക്കായാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ടീം കടുത്ത സമ്മർദ്ദത്തിലാവും. അവിടെയാണ് മധ്യനിര പരീക്ഷിക്കപ്പെടുക. അപ്പോൾ വിരാട് കോഹ്ലിയെ പോലെയുള്ള താരം അല്ലെങ്കിൽ മറുവശത്ത് ശ്രേയസ് അയ്യരെ പോലെയുള്ളൊരു താരങ്ങൾ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ്. അപ്പോൾ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചും എല്ലാം നോക്കുമ്പോൾ ഒരു കൂറ്റൻ സ്കോറിലോട്ട് പോകണമെങ്കിൽ ബാറ്റർമാർ പെർഫോമൻസ് മികവ് പുറത്തെടുത്തേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ബാംഗ്ലൂരിൻ്റെ പരിചയസമ്പത്തും പഞ്ചാബിൻ്റെ യുവനിരയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഈ ഫൈനൽ പോരാട്ടം. അതിൽ സമ്മർദ്ദത്തിനെ ആർക്ക് അതിജീവിക്കാനാകുമെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ശ്രീ പി ബാലചന്ദ്രൻ, ഈ IPL പുറത്തൊരു ചോദ്യമാണ്. അതായത് യുവരാജ് സിംഗ് എന്ന താരം ശോഭിച്ചിരുന്ന, നയിച്ചിരുന്ന സെക്കൻഡ് ഡൗൺ 4-ാം നമ്പർ പൊസിഷൻ, അതിന് പിന്നീട് ഒരു പിടി ബാറ്റ്സ്മാൻമാർ വന്നു പോയെങ്കിലും ആർക്കും അത് നികത്താനായില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ശ്രേയസ് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. അയാളുടെ ഏകദിന ഇന്നിങ്സുകൾ, IPLലെ പെർഫോമൻസ്, ഈ പരിക്കേറ്റ് പുറത്തുപോയി ഇവരുടെ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്തായ ശേഷം ഒരു മടങ്ങിവരവുണ്ടായിരുന്നല്ലോ, അതുമുതൽ ഇങ്ങോട്ട് വേൾഡ് കപ്പിൽ, ചാമ്പ്യൻസ് ലീഗിൽ ഒക്കെയും, അതായത് ഏകദിനത്തിൽ ഒരു പക്ഷേ ക്യാപ്റ്റനാകാൻ ഏറെ സാധ്യതയുള്ള ഒരു സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാൻ, ആ ഇടം കൃത്യമായി ഉറപ്പിക്കുന്നുവോ ശ്രേയസ് അയ്യർ? അല്ല, ശ്രേയസ് അയ്യരെ പറ്റി നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമുള്ള ആ ഒരു വർദ്ധിതമായ ഒരു ശക്തി നമുക്ക് കണ്ടേ മതിയാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ ഷോർട്ട് പിച്ച് ബോൾ പുള്ളടിക്കുമ്പോൾ പലതവണ റിപ്പീറ്റഡായിട്ട് ഔട്ടാവുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വളനറബിളാണ് ഈ ഷോർട്ട് പിച്ച് ഡെലിവറീസിന് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു വന്ന ശേഷം ആ ഷോട്ട് അദ്ദേഹം വളരെയധികം മാസ്റ്റർ ചെയ്യുകയും അത് ഇന്നിങ്സിൻ്റെ ആരംഭ സമയത്താണെങ്കിൽ ആ പന്തുകളെ അടിക്കാതെ വിടുകയൊക്കെ ചെയ്ത് ആ ഒരു വീക്ക്നെസ് വളരെ ഭംഗിയായിട്ട് ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് ശ്രേയസിന് കളിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കും ഒക്കെ അതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു വീക്ക്നെസ് പലതവണ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം മറികടന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പൂർണ്ണത കൂടുതലായി നേടിയൊരു ബാറ്ററായി മാറിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ നമ്പർ 4 പൊസിഷനിൽ കളിക്കാൻ ശ്രേയസ് അയ്യർ വളരെയധികം യോഗ്യനാണ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് മികച്ചൊരു നായകനെയും കിട്ടാൻ സാധ്യമാകും. അതൊക്കെ അദ്ദേഹത്തിന് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ കൃത്യമായ വിശ്വാസം. ഇതോടൊപ്പം തന്നെ നമ്മൾ RCBയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ മിസ് ചെയ്തൊരു പ്രധാന പേരുണ്ട്, ഒരു ജിതേഷ് ശർമ്മ. ഒരു മത്സരം ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അധികം മത്സരങ്ങളിൽ ഇറങ്ങേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ടോപ്പ് ഓർഡേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മിന്നലാട്ടങ്ങൾ വളരെയധികം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ശ്രേയസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ശരി, ആശാശോഭന, ഈ കഴിഞ്ഞ മത്സരത്തിന് തൊട്ട് മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് സുഹൃത്തിൻ്റെതായി കണ്ടു. മുംബൈയും പഞ്ചാബും 2ാം ക്വാളിഫയർ. ഇന്ന് ബുംറയെ 4 ഓവറിൽ 40 റൺസ് എടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും പഞ്ചാബ് ജയിക്കും എന്ന്. അക്ഷരാർത്ഥത്തിൽ ബുംറയെ 4 ഓവറിൽ 40 അടിച്ചു, പഞ്ചാബ് ജയിച്ചു. ഇംഗ്ലീഷ് എന്ന താരം എത്ര കൃത്യതയോടെയാണ്, എത്ര ഈസിയായാണ് ബുംറയെ പെരുമാറിയത് എന്നോർക്കണം. ഇപ്പോൾ ശ്രേയസ് അയ്യർ ഒരു വളരെ കൃത്യതയുള്ള ഒരു പന്തിന് ബൗണ്ടറി അടിച്ചത് വളരെ ചർച്ചയായി. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ബുംറയെ 20 റൺസ് അടിക്കുമ്പോൾ ആ ടീം തന്നെ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് വരികയാണ്. ആ മുംബൈ അതോടുകൂടി മുംബൈ ഡിഫൻസീവിലേക്ക് പോവുകയും ചെയ്തു. നോക്കൂ, ഈ ഇംഗ്ലീഷ് എന്ന താരം എത്രമാത്രം നിർണായകമാണ് ഇന്നത്തെ ഫൈനൽ പോരാട്ടത്തിൽ പഞ്ചാബിന്. അതൊരു ആറ്റിറ്റ്യൂഡാണ് അത് കാണിക്കുന്നത്. നമ്മുടെ ഒരു ടീമിൽ ഒരു ഓപ്പോസിറ്റിലുള്ള ബെസ്റ്റ് ബോളറിനെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ആ ഒരു ബെസ്റ്റ് ബോളറിനെ തന്നെ നമുക്ക് ഇത്രയും റൺസ് അടിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഓവർ ദ ബോളേഴ്സ്. അപ്പൊ അത് ഒരു ഇംഗ്ലീഷ് നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിലും സെയിം ടൈപ്പ് ഓഫ് ബാറ്റിംഗ് ആണ് അവരുടെ. ഒരു ടൈപ്പ് ഓഫ് ബാറ്റിംഗ് വന്നിട്ട് തന്നെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ബുംറ ഇങ്ങനെ ഒരുപാട് റൺസ് പോകുന്നത് നമ്മൾ അധികം IPL-ലാണെങ്കിലും ഇന്റർനാഷണലിലാണെങ്കിലും നമ്മൾ അധികം കാണാറില്ല. പക്ഷെ അത് വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ഇപ്പോ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ബുംറയെ 4 ഓവർ വളരെ ക്രൂഷ്യലായ ആ 4 ഓവറിൽ 40 റൺ അടിക്കാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആ മാച്ച് മുംബൈനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെയധികം ശരിയാണ്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മാച്ചിലും ഒരു കീ റോള് പഞ്ചാബിന് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ ഒരു പവർ പ്ലേ ഞാൻ പറഞ്ഞ പോലെ വളരെ ക്രൂഷ്യലാണ്. RCBക്കാണെങ്കിലും പഞ്ചാബിനാണെങ്കിലും ആ ഒരു പവർ പ്ലേയിൽ എങ്ങനെയാണ് പഞ്ചാബ് RCB ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ട് ഉള്ള മാച്ചിന്റെ റിസൾട്ട്സ്. വളരെ ക്രൂഷ്യൽ റോളാണത്. പി രംഗനാഥൻ, ഇന്ന് ഈ രജത് പട്ടീദാർ പറഞ്ഞത് കോഹ്ലിക്ക് വേണ്ടി ഞങ്ങൾ കപ്പുയർത്തും എന്നാണ്. അത് വളരെ ഒരു ഉറച്ച തീരുമാനം പോലെയാണ്. നമ്മൾ ഈ സച്ചിന് വേണ്ടി യുവിയും സംഘവും കപ്പുയർത്തിയത് കണ്ടതാണ്. അത് എത്രമാത്രം നമ്മളെ സന്തോഷിപ്പിച്ചതാണ് എന്നറിയാം. പക്ഷേ ഈ ഒരു ക്യാപ്റ്റൻ്റെ ഈ ഒരു പറച്ചിലുണ്ടല്ലോ, അതായത് ഞങ്ങൾ കോഹ്ലിക്ക് വേണ്ടി നേടും എന്നത്, അതായത് കോഹ്ലിക്ക് പിന്നിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന ഒരു വാചകം ആ ടീമിന് നൽകുന്ന ആത്മവിശ്വാസമുണ്ടല്ലോ, അത് എത്രമാത്രമാണ്. അല്ല, ക്യാപ്റ്റൻ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നും കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റൻ്റെ റോള്. അത് പട്ടീദാർ വളരെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് വിരാട് കോഹ്ലിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൂടുതൽ താരങ്ങൾക്ക് അതിൻ്റെ ആത്മവിശ്വാസം വരുന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. പക്ഷേ കപ്പ് നേടുക എന്നുള്ളത് എളുപ്പമല്ല. അതിന് ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. RCB വളരെ, ഇപ്പോൾ ബാലപ്പൻ പറഞ്ഞത് വളരെ വാലിഡ് പോയിൻ്റാണ്. കാരണം ജിതേഷ് ശർമ്മ വരെ അവരുടെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബാറ്റിംഗ്, ലിവിങ്സ്റ്റൺ, എല്ലാവരും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ്. അപ്പോൾ RCBയുടെ ഈ ബാറ്റർമാരെല്ലാം തന്നെ ഒരു കൂറ്റൻ സ്കോർ എടുക്കാനായിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. മറുവശത്ത് ഒരിക്കലും ഒരു മീഡിയോക്ടർ ബോളിംഗ് അല്ല പഞ്ചാബിൻ്റെ. മികച്ചൊരു ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ വിനിയോഗിക്കുന്ന ബോളർമാർ, അപ്പോൾ ഇവർക്കെതിരെയൊക്കെ വേണം സ്കോർ ചെയ്യാനായിട്ട്.
നമ്മൾ ഒരു കാര്യം കൂടെ കൃഷ്ണരാജ് പറയാതിരിക്കുകയ്യ, കാരണം 200-ലധികം റൺസ് മുംബൈ നേടിയിട്ട് അത് ചേസ് ചെയ്തൊരു ടീമാണ് പഞ്ചാബ്. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ 16 ഓവറിൽ ജയിക്കണം ആ കളി. അതെ അതെ, ആ അവസ്ഥയിൽ പോലും അവർ അനായാസം ജയിച്ചു എന്നുള്ളതാണ്. അതെ അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇരു ടീമുകളെ നോക്കുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കൊരിക്കലും ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പവർ പ്ലേയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ സ്കോർ വരും. പക്ഷേ മറുവശത്ത് തിരിച്ചും പവർ പ്ലേയിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമും നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടോടു കൂടി ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫൈനൽ അവിടെയാണ് നമ്മൾ നോക്കുന്നത്. വിക്കറ്റ് ബാറ്റർമാർക്ക് അനുകൂലമാണ്. ബോളർമാർ എങ്ങനെയാണ് വിക്കറ്റിൽ പന്തെറിയുക. ഇപ്പോൾ ഹാസൽവുഡിനെ പോലെയുള്ള ഒരു ബോളറൊക്കെ വളരെ മികച്ച രീതിയിൽ ഏത് പിച്ചിലും നന്നായിട്ട് പന്തെറിയാൻ കഴിവുള്ള ബോളറാണ്. അപ്പോൾ ഇവിടെ ഒരു ബാറ്റർമാർ ആണ് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നത് ഇരു ടീമുകൾക്കും. അപ്പോൾ ഒരു നല്ല മത്സരം, അത് IPL ഒരു ഫൈനൽ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, ടോസ് വരുന്നു. പഞ്ചാബ് കിങ്സ് 11 ടോസ് നേടുന്നു, ബൗൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ടോസ് എത്രമാത്രം നിർണായകം? പഞ്ചാബ് ബൗൾ ചെയ്യുന്നു. കഴിഞ്ഞ കളിയിൽ അവർ എത്രമാത്രം അനായാസം ചേസ് ചെയ്തെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ടോസ് വളരെ നിർണായകമോ ശ്രീ പി ബാലേന്ദ്രൻ? നിശ്ചയമായിട്ടും. കാരണം ഇവിടെ ആദ്യം നമ്മളെല്ലാവരും സംസാരിച്ച പോലെ ഇതൊരു നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റ് ആവാനാണ് സാധ്യത. നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം ബൗൾ ചെയ്ത് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് ആദ്യ കുറച്ച് നേരത്തേക്ക് മീഡിയം പേസേഴ്സിന് ഒരു പരിധി വരെ നേരിയ സഹായമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ആര് ടോസ് വിൻ ചെയ്ത് കഴിഞ്ഞാലും ആദ്യം ബൗളിംഗ് എടുക്കാനാണ് സാധ്യത എന്നുള്ളത് അറിയാം. പ്രത്യേകിച്ചും ബാംഗ്ലൂരാണെങ്കിലും നല്ല ചേസേഴ്സാണ്. നമ്മുടെ ഈ കൊല്ലത്ത് കഴിഞ്ഞ അതെ. അപ്പോൾ അതുകൊണ്ട് അവർ ബൗൾ ചെയ്യാനായിരിക്കും തീർച്ചയായിട്ടും തീരുമാനിക്കുക. ഇവർ ചേസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ പലതവണ പ്രൂവ് ചെയ്തതാണ് ഈ വർഷത്തെ മാച്ചസിൽ അവർ ദേ ആർ ഗുഡ് ചേസേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ തീരുമാനം അങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ എന്ന് അറിയാൻ രണ്ട് ടീമിനെ സംബന്ധിച്ചും ഈ ചേസിങ് റെക്കോർഡ് നല്ലതാണ്. അത് കാരണം കൊണ്ട് ആര് ജയിച്ചാലും അവരാദ്യം ബൗൾ ചെയ്യാനായിരിക്കണം തീരുമാനിക്കുക. ഏതായാലും ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് 11 ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു, ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. ഒരുപക്ഷെ ടോസിൻ്റെ ആനുകൂല്യം പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കുമോ എന്ന ചോദ്യം. പക്ഷേ വിരാട് കോഹ്ലി എന്ന താരം അവിടെ ഒരു വശത്തുണ്ട് എന്ന കാര്യം ആരും മറക്കില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പഞ്ചാബിൻ്റെ പ്ലേയിങ് 11 വന്നിട്ടുണ്ട്. പ്രിയാൻഷ് ആര്യ, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, ഒമർ സായ്, ജാമിസൺ, വൈശാഖ്, ആർഷ്ദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹൽ. ഒരു പക്ഷേ കഴിഞ്ഞ കളിയിൽ എന്ന പോലെ പ്രസിമ്രാൻ ഇമ്പാക്ട് പ്ലെയറായി കളത്തിൽ വരികയും ചെയ്യും. നമുക്ക് ബാംഗ്ലൂർ ടീമിൻ്റെ വിലയിരുത്തലിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ആശാ ശോഭന, എന്താണ് ബാംഗ്ലൂരിൻ്റെ കരുത്ത്? ബാംഗ്ലൂരിന്റെ കരുത്ത് ഇപ്പൊ നമ്മള് ബാലൻ സാറും രംഗനാഥ് സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബോളിംഗ് തന്നെയാണ് കരുത്ത്. എസ്പെഷ്യലി പവർ പ്ലേയിലെ ജോഷ് ഹസൽവുഡും ഭുവനേശ്വർ കുമാറും ഏത് സർഫസിലും സ്വിങ് ചെയ്യാനും ഒരു എക്സ്ട്രാ ബിറ്റ് ബൗൺസ് ഉണ്ട് ജോഷ് ഹസൽവുഡിനെ. ഏത് സർഫസിൽ എറിഞ്ഞാലും ഒരു സാധാരണ നമ്മൾ ഷോർട്ട് പിച്ച് ബൗൺസ് ചെയ്യും, കുറച്ചുകൂടെ മുന്നിൽ എറിഞ്ഞാൽ കൂടെ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ബൗൺസ് എവിടെ ഏത് സർഫസിൽ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് ജോഷ് ഹസൽവുഡ്. പിന്നെ മെയിൻ ആയിട്ട് സുയാഷ് ശർമ്മയുടെ 4 ഓവേഴ്സ് അത് വളരെ ക്രൂഷ്യലാണ്. ഇപ്പൊ നമ്മള് സ്പെഷ്യലി പഞ്ചാബ് ഇപ്പോൾ ചേസ് ചെയ്യാൻ പോവുകയാണ്. ആ ടൈമിൽ നമുക്കറിയാം സുയാഷ് ശർമ്മ ഒരു വളരെ ക്രൂഷ്യൽ റോള് കഴിഞ്ഞ മാച്ചസിലെല്ലാം RCBക്ക് വേണ്ടി ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോളിങ്ങിലാണ് ഞാൻ കൂടുതലും RCBയുടെ ട്രസ്റ്റ് ഞാൻ വെക്കുന്നത്. ബാറ്റിംഗിൽ ഓഫ് കോഴ്സ് നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ ലാസ്റ്റ് ജിതേഷ് വരെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. ഈവൻ ഭുവി ഓൾസോ ക്യാൻ ബാറ്റ്. അപ്പോ ബോളിങ്ങിലാണ് കൂടുതലും എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കുറച്ചുകൂടെ കോൺഫിഡൻസ് എനിക്കുള്ളത് RCBയുടെ ബോളിംഗ് ലൈനപ്പിലാണ്. അത് നമ്മൾ ക്രെഡിറ്റ് RCBയുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ സ്കൗട്ടിംഗ് സിസ്റ്റത്തിന് തന്നെയാണ് എനിക്ക് വളരെ ഒരു നല്ലൊരു ക്രെഡിറ്റ് കൊടുക്കാൻ തോന്നുന്നു. യെസ്, പി രംഗനാഥൻ, അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ശരിയാണ്, ഹേസൽവുഡും ഭുവിയും ഒക്കെ മനോഹരമായി ആദ്യ ഓവറുകൾ എറിയാൻ കെൽപ്പുള്ളവരാണ്. നേരത്തെ ആശ പറഞ്ഞതുപോലെ ഏത് പിച്ചിലും പന്ത് സ്വിങ് ചെയ്യിക്കാൻ കെൽപ്പുള്ള 2 ബോളർമാർ. പ്രത്യേകിച്ച് ഹേസൽവുഡ് വളരെ 6 പന്തുകൾ 6 തരത്തിൽ
എറിഞ്ഞ് ബാറ്റ്സ്മാനെ കുരുക്കാൻ കെൽപ്പുള്ള ഒരാളാണെന്ന് കണ്ടു. 11 കളികളിൽ 21 വിക്കറ്റാണ് എന്നോർക്കണം. പക്ഷേ എൻ്റെ സംശയം അതല്ല, ബാംഗ്ലൂരിന് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളുണ്ടോ? അവിടെയാണ് ക്യാപ്റ്റന് ഏറ്റവും കൂടുതലൊരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇപ്പോൾ പഞ്ചാബ് ചേസ് ചെയ്യുമ്പോൾ അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ പിന്നീടുള്ള ബാറ്റർമാരുടെ പെർഫോമൻസ്, ഇവിടെ ഡെത്ത് ഓവർ എറിയാനായിട്ട് ഹാസൽവുഡിനെ അവർ 2 ഓവർ എറിഞ്ഞതിന് ശേഷം മാറ്റേണ്ടിയിരിക്കുന്നു. പിന്നീട് അവസാനം ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും, പിന്നീട് ഇപ്പോൾ പറഞ്ഞ സുയാഷ്, അദ്ദേഹം വളരെ മികച്ച രീതിയിൽ, ആശ പറഞ്ഞ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ മത്സരം 3 വിക്കറ്റ് എടുത്ത ബോളറാണ്. അദ്ദേഹം ഒരു പുതിയ ലെഗ് സ്പിന്നർ, അദ്ദേഹത്തിൻ്റെ ആ ബോളിംഗ് മികവ്. അപ്പോൾ ഇവിടെ വരുന്നത് ഡെത്ത് ഓവേഴ്സ് എറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദം, അത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമ്മളിപ്പോൾ ഡെത്ത് ഓവർ എന്ന് പറയുന്നു, ഡെത്ത് ഓവർ എപ്പോഴാണ് ആ സിറ്റുവേഷൻ മാറുക എന്നുള്ള ആ ഒരു ചേഞ്ചിലാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ തുടക്കത്തിലെ തന്നെ പഞ്ചാബിൻ്റെ വിക്കറ്റൊക്കെ കിട്ടി വരികയാണെങ്കിൽ പിന്നെ ഡെത്ത് ഓവറിൽ ആരും ബോൾ ചെയ്തതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ വരുന്നത് ഒരു നല്ല രീതിയിൽ, ഇപ്പോൾ പഞ്ചാബിനാണ് ഇപ്പോൾ ഡെത്ത് ഓവർ ബോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റണ്ണ് വിട്ടുകൊടുക്കാതെ പഞ്ചാബിൻ്റെ ബോളർമാർ പന്തെറിയുക എന്നുള്ളതാണ്. മറ്റേത് പഞ്ചാബ് ചേസ് ചെയ്യുമ്പോൾ ഒരു രീതിയിലും ഒരു നല്ലൊരു ഫ്ലോയിൽ അവർ പോവുകയാണെങ്കിൽ ഒരു വലിയ സ്കോർ അവർക്ക് ചേസ് ചെയ്യാനും സാധിക്കും. ഇവിടെയാണ് ഹാസൽവുഡിനെ പോലെയുള്ള ഒരു ബോളറിൻ്റെ പ്രത്യേകത, ഒരു വിക്കറ്റ് എടുക്കുന്ന ഒരു എബിലിറ്റി. ഇപ്പോൾ 11 മത്സരത്തിൽ 21 വിക്കറ്റ് നേടിയ ബോളർക്ക് ഈ മത്സരം കൂടുതൽ നിർണായകമാവുന്നു. അപ്പോൾ ഒരു നല്ലൊരു ബാറ്റർ ഫോമിൽ വരികയാണെങ്കിൽ ശ്രേയസ് അയ്യരെ പോലെയോ അല്ലെങ്കിൽ ഇഗ്നിസിനെ പോലെയുള്ള ഒരു ബാറ്റർ ഫ്ലോയിൽ വരികയെന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ ഔട്ടാകുക എന്നുള്ളൊരു ദൗത്യം കൂടി ഹാസൽവുഡിനെ പോലെയുള്ള ബോളർമാർക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് ആ ബോളറിൻ്റെ ഒരു മികവ് വരുന്നത്. അത് ഈ പറഞ്ഞ ബോളർമാർ ആരായാലും അത് വളരെ നിർണായകമായിരിക്കും, പ്രത്യേകിച്ച് പഞ്ചാബ് 2ാമത് ബാറ്റ് ചെയ്യുന്നുണ്ട്. ശരി, ഷിപ്പി ബാലേന്ദ്രൻ, നമ്മൾ പഞ്ചാബിൻ്റെ ബൗളിംഗ് ആണ് നോക്കിയത്. ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഈ ലിവിങ്സ്റ്റൺ എന്ന താരം ഇനിയും ഫോമിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. മറുവശത്ത് മായങ്ക് അഗർവാൾ ഫോമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും മികച്ച തുടക്കം കൊടുക്കുന്നതും പട്ടീദാറും ജിതേഷ് ശർമ്മയും ഒക്കെ മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നതുമാണ് ബാംഗ്ലൂരിൻ്റെ ബാറ്റിംഗ് നിരയ്ക്ക് കോട്ടമുണ്ടാക്കാത്തത്. ഒരു പക്ഷേ ഓപ്പണിംഗ് പേസ് വളരെ പെട്ടെന്ന് പുറത്തായെന്ന് വന്നാൽ മായങ്കിനോ ലിവിങ്സ്റ്റണോ ഒക്കെ ഇന്നൊരു ദിവസം ഫോം തിരിച്ചു പിടിക്കാനാകുമോ എന്ന ചോദ്യം, ജിതേഷിനും രജത്തിനുമൊക്കെ ആ മികവ് തുടരാനാകുമോ എന്ന ചോദ്യം. ഒരുപക്ഷെ സ്വാഭാവികമായും ഇരു ടീമുകൾക്കും ഈ പവർ പ്ലേ ഏറ്റവും പ്രസക്തമാകുന്നത് അതുകൊണ്ടാവും അല്ലേ? ഈ ലിവിങ്സ്റ്റൻ്റെ ഒരു ഫോം ബാംഗ്ലൂരിനെ സംബന്ധിച്ചുള്ളൊരു തലവേദനയാണ് തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ന് പ്രതീക്ഷിച്ച സംഗതികളൊന്നും വന്നിട്ടില്ല. പിന്നെ എന്താ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പവർ പ്ലേ എന്നുള്ളതിനെ കണ്ണും പൂട്ടി അതിനെ മാത്രം ആശ്രയിച്ച് കളിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. ഈ പഞ്ചാബിനെ സംബന്ധിച്ചോളം അതിന് താഴോട്ടുള്ളവർ, ഈ 2 ഓപ്പണേഴ്സ് കഴിഞ്ഞാൽ ഇഗ്നിസും ശ്രേയസും അതുപോലെ തന്നെ 2 ചെറുപ്പക്കാരുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുള്ള ആ 2 പേരുണ്ട്, വധേര, ശശാങ്ക് സിംഗ്. ഇവർ 2, അതെ, നേഹൽ വധേര. അവർ അധികം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കളി കണ്ടെടുത്തോളം അവരെ കൊണ്ടും വളരെയധികം മികച്ച രീതിയിൽ റൺ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം ബാറ്റിംഗ് ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് പവർ പ്ലേയിലാണെന്ന് പറയാമെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാറ്റിംഗ് സ്ട്രെങ്ത്ത് 2 ടീമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായിക്കഴിഞ്ഞാൽ 220 ഭാഗത്തുള്ള ടോട്ടൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആശാശോഭന, നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിലേക്ക് കടന്നു വരുന്ന ഒരു പേര് വിരാട് കോഹ്ലി എന്നാണ്. പക്ഷേ വിരാട് കോഹ്ലിയെക്കുറിച്ച് ഒരു ചോദ്യം വേണമല്ലോ. ഇന്നിപ്പോൾ ചേസ് മാസ്റ്റർക്ക് ആ മികവിലേക്ക് പോകാനാവില്ലല്ലോ, കാരണം ബാറ്റിംഗ് ആണ് ആദ്യം ബാംഗ്ലൂരിന്. വിരാട് കോഹ്ലിയുടെ റോൾ എന്താണ്? ഒന്ന്, നമ്പർ 18, ഇത് 18ാമത്തെ സീസണാണ് IPL. ഒരുപക്ഷെ കോഹ്ലി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും, തൻ്റെ കഴിഞ്ഞ 3 ഫൈനലുകളിൽ നേടാനാകാതെ പോയത് ഇത്തവണ നേടണമെന്ന് കോഹ്ലി വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടാകും. മറ്റൊന്ന്, അതിനുള്ള ടീമുണ്ടവർക്ക്. അപ്പോൾ വിരാട് കോഹ്ലി എത്രമാത്രം ഒരു കീ പോയിന്റാണ് ഇന്നത്തെ ദിവസം? വിരാട് കോഹ്ലിയുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ മാച്ചസിലെല്ലാം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ജസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു റോളല്ല, ഒരു കംപ്ലീറ്റ് ആങ്കറിങ് ആണ്. ഇപ്പോൾ ആള് ഫസ്റ്റ് ഓവർ മുതൽ എത്രത്തോളം ബാറ്റ് ചെയ്യാൻ പറ്റും, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത്. എത്ര ഡീപ്പ് എടുത്തിട്ട് പോകാൻ പറ്റും അത്ര ഡീപ്പ് എടുത്തിട്ട് പോകുന്നു. ചേസിങ്ങിലാണെങ്കിൽ കൂടെ, ഈവൻ ഫസ്റ്റ് ബാറ്റിംഗിൽ കൂടെ ജസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യുന്നില്ല, ആള്
ആ ഒരു വിക്കറ്റ് പോകുന്നതിനനുസരിച്ച് ആളുടെ ഒരു പെട്ടെന്ന് തന്നെ ഗിയർ ചേഞ്ച് ആവുന്നു, പെട്ടെന്ന് തന്നെ കുറച്ച് അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ അടുത്ത ആള് അപ്പുറത്തെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കംപ്ലീറ്റ് ഒരു എന്താ പറയുന്ന രണ്ടും ഒരു അറ്റാക്കിങ്ങും പ്ലസ് ആങ്കറിങ്ങും അതാണ് അദ്ദേഹം ഇതുവരെ ചെയ്തു വന്നത്. ഇത് തന്നെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. യെസ്, ശ്രീ പി രംഗനാഥൻ, ഈ ഇന്ന് പല ക്രിക്കറ്റ് സൈറ്റുകളുടെയും കീ പ്ലെയർ വിരാട് കോഹ്ലി അല്ല. വിരാട് കോഹ്ലിയെ അവർ മാറ്റി നിർത്തുന്നതല്ല, വിരാട് കോഹ്ലിയേക്കാൾ അവർ പറയുന്ന കീ പ്ലെയർ ഫിൽ സോൾട്ടാണ്. എന്തുകൊണ്ടാവും? അല്ല കൃഷ്ണരാജ്, ഇന്ന് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി തന്നെയാണ്. കാരണം ഒരു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു താരം, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റ് ഏറ്റവും മികച്ച ഒരു താരം, അദ്ദേഹം കളിക്കുന്ന IPL ഫൈനൽ, അദ്ദേഹത്തിന് വേണ്ടി പരിജിത് പട്ടേദാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ IPL കിരീടം വിരാട് കോഹ്ലിക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാം ഫോക്കസ് ഓൺ വിരാട് കോഹ്ലിയാണ്, യാതൊരു സംശയവുമില്ല. ഇന്നും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ TV-യിലൂടെ കാണുന്ന എല്ലാം വിരാട് കോഹ്ലി എന്നുള്ള ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയായിരിക്കും. പിന്നീട് സോൾട്ടിനെ കുറിച്ച്, സോൾട്ടിൻ്റെ ഇന്നിങ്സ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, IPL മത്സരങ്ങളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഫ്ലോ അങ്ങനെയാണ്. കാരണം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ദിവസമാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂറ്റൻ സ്കോറിന് RCBക്ക് പോകാൻ സാധിക്കും. അവിടെയാണ് സോൾട്ടിൻ്റെ പോലെയുള്ള ഒരു ബാറ്റിംഗ് ശൈലി നമ്മൾ പറയേണ്ടത്. വിരാട് കോഹ്ലി ഇപ്പോൾ ആശ സൂചിപ്പിച്ചതുപോലെ പഴയ വിരാട് കോഹ്ലി അല്ല, ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് കുറേ അറ്റാക്ക് ചെയ്യാതെ ചൂസ് ചെയ്ത് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് നല്ലൊരു സ്കോറ് പടുത്തുയർത്താനായിട്ട് സഹായിക്കുന്നു. പക്ഷേ സോൾട്ട് അങ്ങനെയല്ല, മറ്റേ എൻഡിൽ അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടൊരു പിച്ചിൽ സോൾട്ടിനെ പോലെയുള്ള ഒരു ബാറ്ററിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിവസമാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ പി ബാലചന്ദ്രൻ, നമുക്ക് ഈ വിരാട് കോഹ്ലി അല്ല നായകൻ എന്നറിഞ്ഞ നിമിഷം മുതൽ ബാംഗ്ലൂരിനെ ആര് നയിക്കുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് രജത് പട്ടീദാർ എന്ന താരം വരുന്നത്. ആദ്യ മത്സരങ്ങളിലൊക്കെ ഗംഭീരമായി തൻ്റെ റോൾ ക്യാപ്റ്റനായും ആസ് എ ബാറ്ററായും നിറവേറ്റാൻ കഴിഞ്ഞു പട്ടീദാർ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രജത് പട്ടീദാർ എന്ന ക്യാപ്റ്റനെ കുറിച്ച് അല്ല, അദ്ദേഹത്തിന് ഈ ഓൺ ഫീൽഡ് തന്ത്രങ്ങളിലൊന്നും വലിയ മഹത്വം എനിക്ക് തോന്നിയില്ല. എങ്കിൽ പോലും ആ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം. അതൊരു ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ചുള്ള ഇത്രയും വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സാധിക്കാതിരുന്നിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കൊരിക്കലും ടീമിൻ്റെ ബാലൻസ് പ്രോപ്പർ ആവാറില്ല. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ് ഗെയിൽ അടക്കം എത്രയോ മഹാന്മാരവിടെ വന്ന് കളി, ഡിവേലിയേഴ്സ്, ഇവർക്ക് ആരെങ്കിലും ഒരാൾ കളിച്ചാൽ തന്നെ ഒരു ടൂർണമെൻറ്റ് ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കളിക്കാർ അവർക്ക് വന്ന് കളിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒന്ന് മെരുക്കിയെടുക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇത്തവണ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ്റെ ഒരു മികവ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ചില ക്യാപ്റ്റൻസൊക്കെ ഓൺ ഫീൽഡ് ബ്രില്യൻസിലാണ് ചിലപ്പോൾ അവർ ഒരു ടീമിനെ ഗംഭീരമാക്കി കൊണ്ടുവരിക. അതേസമയം അതിന് കൂടാതെ ടീമിനെ ഒത്തൊരുമയോടുകൂടെ നിർത്തി കൃത്യമായൊരു പദ്ധതിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു ക്യാപ്റ്റനാണ് രജത് പട്ടീദാർ എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിന് പ്ലെയേഴ്സിൻ്റെ ആക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഇത്രയും റെപ്യൂട്ടേഷനുള്ള ഒരു ടീമിനെ ഇതുപോലെ മേയിച്ച് നടക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയുടെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ടാക്റ്റിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഗ്രൗണ്ടിൽ. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഈവൻ ഫീൽഡ് പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ കോഹ്ലി ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഈ പട്ടീദാറായിട്ട് വളരെ ഗംഭീരമായിട്ട് അവർ തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും എല്ലാം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മികവ് ഈ സീസണിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും തെളിഞ്ഞ് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ശ്രേയസ് അയ്യരുടെ നിലവാരത്തിലേക്ക് ഒരു കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലികൾ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഈ പ്രൊഫഷണൽ സ്പോർട്ടിൽ ഇത്രയും ലോയൽറ്റി കാണിക്കുന്നൊരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം 18 വർഷം ഒരു മാറ്റവും ഇല്ലാതെ ഒരു ടീമിന് വേണ്ടി ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ലോയലായിട്ട് നിന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കിരീടം ഒരു ജസ്റ്റിസാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു വിരാട് കോഹ്ലി കപ്പ് ഉയർത്തണമെന്ന്. അല്ല, ഇപ്പോൾ പഞ്ചാബ് ആയാലും RCB ആയാലും നമ്മളെ സംബന്ധിച്ച് വ്യത്യാസമൊന്നുമില്ല. എങ്കിൽ പോലും വൈകാരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ലോയൽറ്റിയോട് എനിക്കൊരു ആദരവ് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും കാണാത്തൊരു സാധനമാണ്. ശരി, നമുക്ക് ഏതായാലും രജത് പട്ടീദാർ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്.
ക്യാപ്റ്റനാണ്, ഭാഗ്യവാനുമാണ്. കാരണം വിരാട് കോഹ്ലിയെ കൂടി നയിക്കാനാകുന്നുണ്ടല്ലോ. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിലയിരുത്തലിൻ്റെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. ശരി, ആശാ ശോഭന, ഈ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയണമല്ലോ. ഒരുപക്ഷെ ലോക ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച 2020 താരങ്ങൾ കളിച്ചിട്ടുള്ള ടീം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണെന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഡി വില്ലിയേഴ്സ് ആകട്ടെ, ക്രിസ് ഗെയിൽ ആകട്ടെ, വാട്സൺ ആകട്ടെ, അങ്ങനെ ഒരുപക്ഷെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഒരു സമയത്തൊരു വേൾഡ് 11 ആയിരുന്നു 2020-ൽ. പക്ഷേ അവർക്കത് നേടാനായില്ല. കിരീടം എന്ന സ്വപ്നം ബാക്കിയായി. ഈ മാനേജ്മെന്റ് തരുന്ന പിന്തുണ എന്താണ്? കളിക്കുമ്പോൾ എനിക്കിപ്പോ RCBയുടെ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് നമ്മളെല്ലാം എന്താ പറയാ, ഒരു ഫാമിലി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. എന്റെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഞങ്ങളുടെ ഫസ്റ്റ് മാച്ച് ലാസ്റ്റ് ഇയറിൽ UP വാറിയേഴ്സിനെതിരെ ഞാൻ 5 വിക്കറ്റ് എടുത്തപ്പോൾ ഞാനിങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പൊ മാനേജ്മെന്റിലുള്ള നമ്മുടെ ഓണേഴ്സ്, പാർക്ക് സാർ, അവരെല്ലാരും വന്ന് എന്റെ കൂടെ, ഞാൻ തറയിരിക്കുമായിരുന്നു, അവരോട് എന്റെ കൂടെ വന്നിരുന്ന് എന്റെ അടുത്ത് അന്വേഷണങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. ഇപ്പൊ രാജേഷ് മേനോൻ സാർ ആണെങ്കിലും പിന്നെ മെൻ ടീമും അവരും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മാനേജ്മെന്റിനെ നമ്മള് എന്താ പറയാ, അവര് നമ്മളെ പ്ലെയേഴ്സിനെ ഒരു ഫാമിലി പോലെയാണ്. അത് പറയുമ്പോൾ ഞാൻ അവരുടെ ഒരു സ്കൗട്ടിംഗ് സിസ്റ്റത്തിന് ഞാൻ അത് മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. സ്പെഷ്യലി നമ്മുടെ മാലോലൻ രംഗരാജൻ, സ്കൗട്ട് ഹെഡ്, ഞങ്ങളുടെ വിമൻ ടീമിന്റെ കോച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ്, ഒരു ഷാർപ്പ് മൈൻഡ് ഈ ഒരു ടീം സെലക്ഷനിലാണെങ്കിലും സ്കൗട്ടിംഗ് സിസ്റ്റത്തിലാണെങ്കിലും ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനെ സ്പെഷ്യലി കണ്ടുപിടിച്ച് ടീമിൽ കൊണ്ടുവരുന്നതിലുള്ള ആ ഒരു ഷാർപ്പ് മൈൻഡ് ഈ ഒരു ടീമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ എനിക്ക് മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. അത്രയ്ക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് തന്നാണ് എല്ലാ പ്ലെയേഴ്സിനെയും കൊണ്ടുപോകുന്നത്. ശരി, ശ്രീ പി രംഗനാഥൻ, കോഹ്ലി എന്ന അഗ്രസീവ് പ്ലെയറും ശ്രേയസ് എന്ന കൂൾ ക്യാപ്റ്റനും തമ്മിലുള്ള പോരാട്ടമോ ഇന്നത്തേത്? അല്ല, T20യുടെ എല്ലാ ആവേശവും അല്ലെങ്കിൽ ആ ഒരു ഇന്നത്തെ ഫൈനലിൽ നമുക്ക് കാണാം. ഇവിടെ വിരാട് കോഹ്ലിക്കാണ് ഇന്ന് ഫോക്കസ് എന്ന് പറയാൻ കാരണം, ഇന്ന് ഇപ്പോൾ ബാലപ്പനും പറയുകയുണ്ടായി, പിന്നെ RCBയുടെ സ്വന്തം ആശയും പറയുകയുണ്ടായി, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന വിരാട് കോഹ്ലി കപ്പ് നേടണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സമ്മർദ്ദം, അത് ഫൈനലിൻ്റെ സമ്മർദ്ദം നമുക്കൊരിക്കലും മാറ്റിക്കൂടാൻ സാധിക്കില്ല. അത് മാത്രമല്ല, RCBയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് അവർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ ഇന്ന് ടോസ് ഒരു നിർണായക ഘടകമാണ്. ഇന്ന് ടോസ് പഞ്ചാബ് നേടിയിരിക്കുന്നു, RCBനെ ബാറ്റിങ്ങിന് വിട്ടിരിക്കുന്നു. ഇനിയാണ് ബാറ്റർമാരുടെ ഒരു പെർഫോമൻസ് മികവ് പുറത്തെടുത്ത് ഒരു വലിയ സ്കോറ് പടുത്തുയർത്താനായിട്ട് RCB ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ തൻ്റെ സ്വപ്നമായിട്ടുള്ള വിരാട് കോഹ്ലിക്ക് ആ കപ്പ് നേടാൻ സാധിക്കുകയുള്ളൂ. എത്ര വലിയ സ്കോറ്, കൂറ്റൻ സ്കോർ അടിച്ചാലും പിന്നീട് ചേസ് ചെയ്യുക പഞ്ചാബിൻ്റെ ബാറ്റർമാരെ, തുടക്കത്തിലെ തന്നെ ഹേസൽവുഡിനെ പോലെയുള്ള, ഭുവനേശ്വർ കുമാറിനെ പോലെയുള്ള ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് ഒരു കിരീടം നേടാനായിട്ട് RCBക്ക് ഒരു കളമൊരുക്കണം. പക്ഷേ സമ്മർദ്ദവും, അത് മാത്രമല്ല ഇന്ന് നല്ലൊരു T20 ഫൈനൽ, ഏത് ടീം ജയിച്ചാലും ആ ടീമിന് തുല്യ പ്രാധാന്യം. അത് രാജകുമാരനായാലും രാജാവായാലും അത് തീർച്ചയായിട്ടും ഇന്ന് IPLൻ്റെ ഒരു ആവേശം അത് ആ ഫൈനലിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീ പി ബാലേന്ദ്രൻ, നമ്മൾ ആര് ജയിക്കണമെന്നത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ ആര് ജയിക്കാനാണ് സാധ്യത? എന്തുകൊണ്ട്? അല്ല, മത്സരത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ തുടക്കത്തിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ടോസ് എന്നുള്ളത് ഈ വർഷത്തെ ടൂർണമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എല്ലാ മത്സരങ്ങളിലും. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് പഞ്ചാബിന് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഇനീഷ്യൽ അഡ്വാൻറ്റേജിനെ നല്ലിഫൈ ചെയ്യാനുള്ള പെർഫോമൻസ് RCBയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അത് വരാനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട്. അത് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. കാരണം RCBയെ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ പറയണ പോലെയാണ്, നല്ല ടീമാണ് പക്ഷേ അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ. ആ ഒരു നിലയിലാണ് ശരിക്കും ഇപ്പോൾ RCBയെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെക്കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ RCBക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ശോഭന, ബാംഗ്ലൂർ ജയിക്കണമെന്നാണ് ആഗ്രഹം. അത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും പഞ്ചാബിനെ നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാനാകുമോ?
ഒരിക്കലും ഇല്ല. കാരണം ഒരു യങ് സൈഡിനെ ഫൈനൽ വരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമില്ല. IPL പോലുള്ള ലോകത്തിലെ തന്നെ ബെസ്റ്റ് ലീഗാണ് IPL. അപ്പൊ ആ ലീഗിൽ ഒരു ഫൈനലിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ശ്രേയാസ് അയ്യർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റന്റെ കഴിവും പിന്നെ ആ മാനേജ്മെന്റ് പ്ലെയേഴ്സിന്റെ ഒക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റില്ല. പഞ്ചാബ് ഇപ്പൊ ഒരു ടോസ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു അഡ്വാൻറ്റേജ് പഞ്ചാബിനുണ്ട്. പക്ഷെ സ്റ്റിൽ ചേസിങ്ങിലാണെങ്കിൽ കൂടെ അവർക്ക് ഇനിഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ബോളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ലെഗ് സ്പിന്നർ സുയാഷ് ശർമ്മ വന്ന് അങ്ങനെ 1-2 വിക്കറ്റ് ഒക്കെ പോയാൽ ചിലപ്പോൾ മൊമെന്റം RCBയുടെ ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. യെസ്, ശ്രീ പി രംഗനാഥൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. RCB ജയിക്കട്ടെ, വിരാട് കോഹ്ലിയുടെ ആഗ്രഹം സാധിക്കട്ടെ. അതാണ് കാരണം. വിരാട് കോഹ്ലി ആഗ്രഹിച്ചിരുന്ന 18 വർഷം കാത്തിരുന്ന് ബാലപ്പം പറഞ്ഞ പോലെ 18 വർഷം ഒരേ ടീമിന് വേണ്ടി കളിച്ച് കപ്പ് നേടാതെ ഇരുന്ന വിരാട് കോഹ്ലിക്ക്, രാജാവിന് ഈ കിരീടം നേടാൻ സാധിക്കട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും ശ്രേയസിൻ്റെ ശോഭ കുറയില്ല. കാരണം കഴിഞ്ഞ ഒരൊറ്റ ഇന്നിങ്സ് മതി. കോഹ്ലിയോളം തലപ്പൊക്കത്തിൽ ക്യാപ്റ്റനായി ശ്രേയസും നിൽപ്പുണ്ട്. പക്ഷേ വിരാട് കോഹ്ലിയെ നമുക്ക് എഴുതിത്തള്ളാനാവില്ല. സച്ചിന് വേണ്ടി നമ്മൾ എത്രമാത്രം ഒരു ലോകകപ്പ് ആഗ്രഹിച്ചുവോ അത്രത്തോളം ഇപ്പോൾ ആരാധകരല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ 18-ാം നമ്പറുകാരൻ 18-ാം സീസണിൽ കപ്പുയർത്തട്ടെ, മധുര 18ആയി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികവും. എങ്കിലും മികച്ചൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. 1 ലക്ഷത്തോളം വരുന്ന ആരാധകർക്ക് നടുവിൽ, ശ്രേയസിനും കോഹ്ലിക്കും ജയ് വിളിക്കുന്നവർക്ക് നടുവിൽ ആരാകും സമ്മർദ്ദത്തിനടിപ്പെടാതെ ജയിച്ചു കയറുക എന്ന് കാത്തിരിക്കാം. ആരു ജയിച്ചാലും അത് കന്നിക്കിരീടമാണ് എന്നോർക്കുകയും വേണം. വളരെയധികം നന്ദി ശ്രീ പി ബാലചന്ദ്രൻ, ശ്രീ പി രംഗനാഥൻ, ആശാ ശോഭന പ്രാക്ടീസിനിടെയും ഒപ്പം ചേർന്നതിന്. സ്പോർട്സ് ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.